നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊള്ളപ്പലിശ സംഘത്തിന്റെ കടക്കണിയിൽ കുടുങ്ങി യുവതി ആത്മഹത്യ ചെയ്തു. കൊടുങ്ങല്ലൂർ പാലാമറ്റത്താണ് യുവതി ആത്മഹത്യ ചെയ്തത്. സ്വകാര്യ സ്ഥാപനങ്ങളുടെ ഏജന്റുമാർ വീട്ടിലും ജോലി സ്ഥലത്തും വന്ന ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് യുവതിയുടെ ആത്മഹത്യ എന്നതാണ് ബന്ധുക്കളുടെ ആരോപണം. വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഏജന്റുമാർ വീട്ടിലും ജോലി സ്ഥലത്തും എത്തി തുടരെ ഭീഷണിപ്പെടുത്തിയതായി മരിച്ച ഷിനിയുടെ ഭർത്താവ് രതീഷും പിതാവ് രമണനും പറയുന്നു. ഷിനി ജോലി ചെയ്യുന്ന കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി പലിശ സംഘം ഭീഷണിപ്പെടുത്തിയെന്നും അവളെ നാണം കെടുത്തിയെന്നും ഇത് കാരണമാണ് ഇങ്ങനെയൊരു ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നുമാണ് പറയുന്നത്. ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇത്തരത്തിൽ ഓരോ പലിശ സംഘത്തിന്റെയും പ്രവർത്തനം മൂലം ഉണ്ടാകുന്നതെന്ന് നാട്ടുകാരും പ്രതികരിക്കുന്നു. അതേസമയം ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ആവർത്തിച്ചു കേൾക്കുകയാണ്. നിമിഷ നേരം കൊണ്ട് ലോൺ കിട്ടുമെന്നുള്ള ആശ്വാസം കൊണ്ട് തന്നെയാണ് സാധാരണക്കാരെ ഇത്തരത്തിലുള്ള അപകടം എന്നറിഞ്ഞിട്ടും ഈ കൊള്ള സംഘങ്ങളിലേക്ക് തലവെച്ചു കൊടുക്കാൻ കാരണമായി മാറുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അടവ് തെറ്റി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഉപഭോക്താവിന്റെ മേൽ കനത്ത സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കുക എന്നതാണ് ഇത്തരം കമ്പനികളുടെ സ്ഥിരം തന്ത്രം. പണം നൽകിയില്ല എങ്കിൽ പരസ്യമായി ചീത്ത വിളിക്കുകയും പരിഹസിക്കുകയും അപമാനിക്കുകയും ഉൾപ്പെടെ എന്തിനേറെ പറയുന്നു ഉപഭോക്താവുമായി ബന്ധപ്പെട്ടവരുടെ അടക്കം കോണ്ടാക്റ്റുകളൊക്കെ കണ്ടുപിടിച്ച് ചീത്ത വിളിക്കാൻ പോലും മടിക്കാത്തവരാണ് ഇത്തരത്തിലുള്ള സംഘത്തിലുള്ള ആളുകൾ. ഇത്തരത്തിൽ അപമാനം സഹിക്കവയ്യാതെ കേരളത്തിൽ ആയിരങ്ങളാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത്തരം സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ രാജ്യത്ത് തന്നെ അവസാനിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. ഇതിനുവേണ്ടി കേന്ദ്ര സർക്കാർ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്ന അറിയിപ്പൊക്കെ ഈ സംഭവത്തോടുകൂടെ വീണ്ടും ചർച്ചയാകുന്നുണ്ട്. അമിത പലിശയ്ക്കും പണം നൽകുന്ന ബ്ലേഡ് കമ്പനികൾക്കും ഡിജിറ്റൽ ആപ്പുകൾക്കും തടയിടാൻ കേന്ദ്ര സർക്കാർ തുടങ്ങുന്ന പുതിയ നയത്തെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. പുതിയ നിയമം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ് എന്ന വാർത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പുറത്തു വന്നിരുന്നു. ഇതിനുവേണ്ടി റിസർവ് ബാങ്കിന്റെ ഡിജിറ്റൽ വായ്പയുമായി ബന്ധപ്പെട്ട കർമ്മസമിതി ശുപാർശ പ്രകാരം കേന്ദ്രം പുതിയ കരട് ബില്ല് തയ്യാറാക്കിയിട്ടുണ്ട്. ബ്ലേഡ് കമ്പനികൾ ഡിജിറ്റൽ ആപ്പ് തുടങ്ങിയിട്ടുള്ള രൂപത്തിലുള്ള അമിത പലിശയ്ക്ക് വായ്പ വാഗ്ദാനം നടത്തി അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികൾക്കും 7 വർഷം തടവും 1 കോടി രൂപ വരെ പിഴയും ശിക്ഷ വിധിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിൽ കരട് ബില്ലിൽ ധനമന്ത്രാലയം വ്യക്തമാക്കുന്നത്. വായ്പ തിരിച്ചുപിടിക്കാൻ ഉപഭോക്താക്കളെ പീഡിപ്പിച്ചു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ 10 വർഷം വരെ ജയിലിൽ ശിക്ഷ നൽകുകയും ഇരട്ടി തുകയുടെ പിഴയും ബില്ല് നിർദ്ദേശിക്കുന്നുണ്ട്. നിലവിലെ നിയമങ്ങളുടെ പരിധിയിൽപ്പെടാത്ത വായ്പ നൽകുന്നതും പലിശ ഈടാക്കുന്നതും ബിസിനസ് ആക്കിയ ഏത് അംഗീകാരമില്ലാത്ത ഏജൻസികളെയും പുതിയ ബിൽ പ്രകാരം പിടികൂടാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 വർഷമാണ് ഏറ്റവും കുറഞ്ഞ തടവ് ശിക്ഷയായി ഈ ബില്ലിൽ പറയുന്നത്. ഏറ്റവും കുറഞ്ഞ പിഴ 2 ലക്ഷം രൂപയാണ്. ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ് ഇത്തരക്കാരെങ്കിൽ കുറ്റവുമായി ബന്ധപ്പെട്ട അന്വേഷണം CBIക്ക് കൈമാറുമെന്നും ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. വൻതുകയുടെ കേസുകളും CBIക്ക് കൈമാറിയേക്കും. സാമ്പത്തിക പ്രയാസം നേരിടുന്നവർക്ക് പണം വെച്ചു നീട്ടിയ ശേഷം കൊള്ളപ്പലിശ ഈടാക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ബ്ലേഡ് കമ്പനി വീരന്മാർ ഡിജിറ്റൽ രൂപത്തിലും വിലസുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അവരെ കുടുക്കാൻ വേണ്ടി അത്തരക്കാരെ ഇല്ലാതാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പുതിയ നിയമം കൊണ്ടുവരാൻ പോകുന്നത്. ധനമന്ത്രാലയത്തിന്റെ ധനകാര്യ സേവന വിഭാഗമാണ് അനിയന്ത്രിത വായ്പാ പ്രവർത്തനങ്ങൾ നിരോധന നിയമത്തിന്റെ കരട് ബില്ല് തയ്യാറാക്കിയിരിക്കുന്നത്. ബില്ലിൽ പൊതുജനത്തിന്റെ അഭിപ്രായങ്ങളൊക്കെ തേടുന്നുണ്ട്. ഈ ബില്ല് പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ ഒരു പരിധിവരെയെങ്കിലും ഇത്തരത്തിലുള്ള ആത്മഹത്യകൾക്ക് ഒരു പരിഹാരമാകും എന്ന് തന്നെയാണ് വിലയിരുത്തൽ. എന്തായാലും കേരളത്തിൽ ഒരു മലയാളിക്ക് കൂടെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്. കൊള്ളപ്പലിശ സംഘങ്ങളുടെ പിടിമുറിയിൽ വീണുകിയിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്.